എന്തുകൊണ്ടാണ് അണ്ടർ റേറ്റഡ് ആവുന്നതെന്ന് മനസ്സിലാവണില്ല. ആൾ കുറവാണ്, പക്ഷേ സിനിമ ഗംഭീരമാണ്, അടിപൊളിയാണ്. ഇത് അങ്ങനെ മെഗാസ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സിനിമ സൂപ്പറാണ്. വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് വന്നതെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ പൊളിയാണ്. വേണ്ട പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തെയ്യം ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് സൗത്ത് കേരളയിലെ ആൾക്കാർക്ക് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. മസ്റ്റായിട്ട് ഇപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. അടിപൊളി സിനിമയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആണ്. സെക്കൻഡ് ഹാഫ് ഒരു രക്ഷയില്ല, അടിപൊളി, ഒന്നും പറയാനില്ല. കിട്ടില്ല മേക്കിംഗ്, മ്യൂസിക് ആണെങ്കിലും BGM ആണെങ്കിലും അടിപൊളി. എന്തുകൊണ്ടാണ് അണ്ടർ റേറ്റഡ് ആവുന്നതെന്ന് മനസ്സിലാവണില്ല. ആൾ കുറവാണ്, പക്ഷേ സിനിമ ഗംഭീരമാണ്, അടിപൊളിയാണ്. ഇത് അങ്ങനെ മെഗാസ്റ്റാർസ് ഒന്നും ഇല്ലെങ്കിൽ പോലും സിനിമ സൂപ്പറാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും അണ്ടർ റേറ്റഡ് ആയി പോകുന്നത്. നല്ല മൂവിയാണ്. അതിന് വേണ്ട പബ്ലിസിറ്റി കിട്ടിയിട്ടില്ല. കഴിഞ്ഞ തെയ്യം ഇഷ്ടപ്പെടുന്നവർക്ക്, പ്രത്യേകിച്ച് സൗത്ത് കേരളയിലെ ആൾക്കാർക്ക് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. കഴിഞ്ഞ തെയ്യത്തിൻ്റെ നല്ലൊരു മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പോൾ 2 ദിവസം മുമ്പ് തെയ്യം കാണാനായിട്ട് കണ്ണൂർ വരെ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ലോണം ചെയ്തിട്ടുണ്ട് സിനിമ. ഒരു മൂവിയായിരുന്നു, നല്ല മൂവിയായിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു മൂവി. പിന്നെ കുട്ടികൾക്കൊക്കെ പറ്റിയ മൂവിയാണ്, സ്റ്റഡീസിനൊക്കെ നല്ല യൂസ് ആവുന്ന മൂവിയാണ്. കുറേ നാളായി ഇങ്ങനൊരു മൂവിയൊക്കെ കണ്ടിട്ട്, കുറേ നാൾക്ക് ശേഷം. ഇപ്പോൾ എനിക്കൊന്നും ഈ മൂവി കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഈ തിറയാട്ടം എല്ലാം ഒരേപോലെയാണ്. ഏത് കണ്ടാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ മൂവി കണ്ടു കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏകദേശം കുറച്ച് എന്തെങ്കിലും നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും ഓരോ തിറയാട്ടത്തിനെ പറ്റിയുള്ള. നല്ല മൂവിയാണ്, നല്ല മേക്കിംഗ് ആണ്, നല്ല സൗണ്ട് എക്സ്പീരിയൻസും എല്ലാം അടിപൊളിയായിരുന്നു. ഞാൻ വലിയ പ്രതീക്ഷ ഇല്ലാണ്ടാണ് വന്നതെങ്കിലും കണ്ടു കഴിഞ്ഞപ്പോൾ പൊളിയാണ് പടം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മൾ കയറുന്ന സമയത്ത് വലിയ പ്രതീക്ഷ ഇല്ലാണ്ട് കയറിയിരുന്നാലും നമ്മൾ കണ്ടതിന് നമുക്ക് വർത്താണ്. നല്ല അടിപൊളി പടം. കാരണം കേരളത്തിൽ ജനിച്ചോളന്ന് എല്ലാവരും പോയി കാണണം, മസ്റ്റ് മൂവിയാണ്, കാണാൻ പറ്റിയ നല്ല മൂവിയാണ്. തെയ്യം നമുക്ക് കണ്ടപ്പോൾ നമ്മൾ ഇത്ര ഇതുണ്ടോ അറിയാത്തൊരു പോലെ നന്നായിട്ട് മനസ്സിലാക്കും. ഇത് കാണുമ്പോൾ മസ്റ്റായിട്ട് പോയി എല്ലാവരും വാച്ച് ചെയ്യണം. എല്ലാ ക്യാമറ അവിടെ ആ ലൊക്കേഷൻ നല്ല ലൊക്കേഷനാണ്, എല്ലാം സൂപ്പറായിട്ടുണ്ടായിരുന്നു. നല്ല സിനിമയായിരുന്നു ചേട്ടാ. എന്താ എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ തെയ്യത്തിൻ്റെ ഒക്കെ അത് കാരണം അടിപൊളിയായിരുന്നു. BGM ഫസ്റ്റത്തെ തീം സോങ് അടിപൊളിയായിരുന്നു. ഞാൻ വന്ന് പാലക്കാട് ആയ കാരണം കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ പറ്റും പടം. അല്ല, ഇവിടെ ഉള്ളവർ കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, ഞാൻ അത് കണ്ട കാരണം നല്ല മേക്കിംഗ് ഒക്കെ നല്ലായിരുന്നു ചേട്ടാ. അതെ അതെ, അതാ പറഞ്ഞ അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇതിങ്ങനെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ നേരിട്ട് കാണുന്ന പോലെ മ്യൂസിക് ഒക്കെ വന്നപ്പോൾ നല്ലായിരുന്നു. കുഴപ്പമില്ല ചേട്ടാ, അടിപൊളിയായിരുന്നു. നല്ല പടം. കൂടുതൽ ഇതൊരു കഥയാണ്, കറക്റ്റ് പറഞ്ഞാൽ ശരിയാവില്ല. അല്ല, കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. ഞാൻ കണ്ണൂർ തെയ്യത്തെ അറിയുന്നത് കൊണ്ട് അതെടുത്ത് കാണിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എഫക്റ്റായിട്ട് കിട്ടിയാണ്. രസമുണ്ട് കാണാനും. നല്ല അത് അനുഭവിച്ചതുകൊണ്ട് നമുക്കത് ഒരു നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഉണ്ട്. ഓരോ തിറകളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ഭഗവതിയായിട്ടും ഭൈരവനായിട്ടും എല്ലാം നല്ല ഇതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ.